നാളെ ഗവർണർക്ക് നൽകും. അവസാനവട്ട ചർച്ചകൾ തലസ്ഥാനത്ത് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക പട്ടിക കാത്തിരിക്കുകയാണ്. നമ്മളും എല്ലാ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി വരാം. ആദ്യം തരക്കിട്ട് സംസ്ഥാന മന്ത്രിസഭയുടെ ചിത്രം തെളിയുന്നു. വി.ഡി. സതീശൻ മന്ത്രിസഭയിലേക്ക്, രമേശ് ചെന്നിത്തലയടക്കം 10 പേരുകളിൽ തീരുമാനമായി. ലീഗിന് 5 മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. 2 മന്ത്രിമാർ വേണമെന്നതിൽ ഉറച്ച ജോസഫ് വിഭാഗം. ടേം വ്യവസ്ഥയിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം നൽകാനും നീക്കം. പട്ടിക പൂർത്തിയാക്കാൻ തിരക്കിട്ട ചർച്ചകൾ. രമേശ് ചെന്നിത്തല അയഞ്ഞത് ആഭ്യന്തരം ഉറപ്പായതോടെ കെ.സി. വേണുഗോപാലും വീട്ടിലെത്തി ചെന്നിത്തലയെ കണ്ടു. അനാവശ്യ വാശി ആർക്കുമില്ലെന്ന് കെ.സിയെ കണ്ട ശേഷം സതീശൻ. മന്ത്രിസഭയ്ക്ക് പൂർണ്ണ പിന്തുണയെന്ന് കെ.സി. എത്രയോ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ, മന്ത്രിമാരെ തീരുമാനിക്കാൻ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് കെ.സി. വേണുഗോപാൽ. ഞങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റായി ഇരുന്നാൽ തീരാത്ത ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പാർട്ടിയാണല്ല, പാർട്ടി തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി തീരുമാനത്തിന് പേരിൽ ആട്ടി ഉറച്ചു നിന്ന് പോരാടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തമിഴ്നാട് മന്ത്രിസഭയിൽ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി വിജയ്ക്ക് ആഭ്യന്തരം, ഉസിയാനന്ദന് ജലവിഭവം, സെങ്കോട്ടയ്യന് ധനം, ആർവർജുനയ്ക്ക് പൊതുമരാമത്തും സ്പോർട്സും, കീർത്തനയ്ക്ക് വ്യവസായം. കമൽഹാസനെ സന്ദർശിച്ച് വിജയ്. പ്രധാനമന്ത്രിയെ കാണാൻ ഈ മാസം അവസാനം ദില്ലി. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. നാളെയും 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. പുലർച്ചെ വീശിയ ചുഴലിയിൽ കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശം. മരങ്ങളും വീടുകളും നിലം പതിച്ചു. വൈദ്യുതി ബന്ധം താറുമാറായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പരീക്ഷാ പേപ്പർ തയ്യാറാക്കാൻ നിയോഗിച്ച അധ്യാപിക മനീഷ ഗുരുനാഥയെ സിബിഐ അറസ്റ്റ് ചെയ്തത് പൂനെയിൽ നിന്ന്. ചോദ്യങ്ങൾ പരിഭാഷപ്പെടുത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം. കേരളത്തിൽ പത്തനംതിട്ടയിലെ ചില കേന്ദ്രങ്ങളിലടക്കം പരിശോധന. ഹോർമുസ് നിയന്ത്രണത്തിന് പുതിയ പദ്ധതി ഉടനെന്ന് ഇറാൻ. സേവനങ്ങൾക്ക് പണം ഈടാക്കും. ചൈനയ്ക്ക് പിന്നാലെ പാക്, ജപ്പാൻ കപ്പലുകളിൽ കടത്തിവിട്ടു. ഇറാന് പിന്നാലെ ക്യൂബയെ ഉന്നമിട്ട ട്രംപ്. മുൻ ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി. IPL കൊൽക്കത്തയിൽ നിന്ന് ഗുജറാത്തിനെ നേരിടും. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ കൊൽക്കത്തയ്ക്ക് ജയം അനിവാര്യം. തുടരെ 5 കളി ജയിച്ച ആത്മവിശ്വാസത്തിൽ ഗുജറാത്ത്. മത്സരം കൊൽക്കത്തയിൽ രാത്രി 7:30. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്.